നമസ്കാരം. എല്ലാ CCTV പ്രേക്ഷകർക്കും ഈസ്റ്റർ ദിനാശംസകൾ. പ്രധാന വാർത്തകളിലേക്ക്. ഉയർപ്പ് തിരുനാൾ ആഘോഷിച്ച ക്രൈസ്തവ വിശ്വാസികൾ ലോകത്ത് വർദ്ധിച്ചുവരുന്ന യുദ്ധങ്ങളിലും അനീതികളിലും തളർന്നു പോകാതെ സമാധാനത്തിനായി നിലകൊള്ളണമെന്ന് ലിയോ 14 മാർപ്പാപ്പ. ഡേ ഈസ്റ്റർ സന്ദേശം. ദേവാലയങ്ങളിൽ പാതിരാ കുർബാനകളും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ പാറേമ്പാടത്ത് KSRTC സൂപ്പർ ഫാസ്റ്റ് ബസിന് തീപിടിച്ചു. ഡ്രൈവറുടെ സംയോജിത ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി. പാവർട്ടിയിൽ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന കാൽനട യാത്രക്കാരനെ ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ചു. പ്രചരണാവേശാരവത്തിൽ മുന്നണികൾ. പരസ്യപ്രചരണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വോട്ടുറപ്പിക്കാനുള്ള അവസാന പരിശ്രമത്തിൽ പ്രചരണ ചൂട്. വാർത്തകൾ വിശദമായി. ക്രൂരപീഡനങ്ങൾക്കും കാൽവരിയിലെ കുരിശുമരണത്തിനും ശേഷം പ്രത്യാശയുടെ ഉയിർപ്പ് തിരുനാൾ ആഘോഷിച്ച് ക്രൈസ്തവ വിശ്വാസികൾ. മനുഷ്യരുടെ പാപങ്ങൾക്ക് മോചനമേകാൻ മനുഷ്യനായി അവതരിച്ച ദൈവപുത്രൻ സ്വയം ബലിയാവുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന വിശ്വാസത്തിന്റെ പൂർത്തീകരണമാണ് ഈസ്റ്റർ. 50 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ സ്വയം നവീകരിച്ചാണ് ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്ററിനെ വരവേറ്റത്. ലോകത്ത് വർദ്ധിച്ചുവരുന്ന യുദ്ധങ്ങളിലും അനീതികളിലും തളർന്നു പോകാതെ സമാധാനത്തിനായി നിലകൊള്ളണമെന്ന് ലിയോ 14 മാർപ്പാപ്പ ഈസ്റ്റർ ദിന സന്ദേശത്തിൽ ആഹ്വാനം ചെയ്തു. ഈസ്റ്റർ വിദ്വേഷത്തെ പുറത്താക്കുകയും ഐക്യത്തെ വളർത്തുകയും ചെയ്യുന്നു. സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും ഈസ്റ്റർ സന്ദേശം ലോകമാകെ വ്യാപിപ്പിക്കാൻ വിശുദ്ധരുടെ സമർപ്പണം മാതൃകയാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ദേവാലയങ്ങളിൽ പാതിരാ കുർബാനകളും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. പ്രചരണം അവസാന ലാപ്പിൽ. ഗുരുവായൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി CH റഷീദിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ മുഹമ്മദ് അസ്ഹറുദ്ദീൻ നയിച്ച UDYF റോഡ് ഷോ ആവേശമായി. UDF ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി നടത്തിയ യൂത്ത് വൈബ് പരിപാടിയുടെ ഭാഗമായാണ് കോൺഗ്രസ് നേതാവ് അസ്ഹറുദ്ദീൻ പ്രചരണത്തിന് ചാവക്കാട് എത്തിയത്. ഗുരുവായൂരിൽ നിന്ന് നടന്നുവന്ന പ്രവർത്തകർ ചാവക്കാട് ടൌണിൽ എത്തിയപ്പോൾ അസ്ഹറുദ്ദീൻ കൂടെ ചേരുകയായിരുന്നു. തന്നോട് കാണിക്കുന്ന സ്നേഹം 9-ന് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ CH റഷീദിനോട് കാണിക്കണമെന്ന് അസ്ഹറുദ്ദീൻ പറഞ്ഞു. LDFന് വിശ്രമം കൊടുക്കാം. അവർ വലിയ വാഗ്ദാനങ്ങൾ മാത്രമാണ് നൽകുന്നത്. സ്ത്രീകൾ ഇക്കുറി UDFന് തന്നെ വോട്ട് ചെയ്യും. തെലങ്കാനയിലും സ്ത്രീകൾ കോൺഗ്രസിനൊപ്പം നിന്നു എന്നും അദ്ദേഹം പറഞ്ഞു. Government, because I think what you got in return for the last 5 years is nothing. Actually, they are together with the BJP, but I think nothing has happened. No development has happened. Not even India, but in Kerala also, no development has happened. The only one thing they did was they only change the name. What will happen if you change the name? I mean, you have to give. I mean, look after the poor people. You have to provide sustenance. You have to provide good transport. I think all the ladies, who are sitting here, I think. കുന്നംകുളം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ രണ്ടാം ഘട്ട പര്യടനത്തിന് തുടക്കമായി. കേരളം ജയിക്കും, UDF നയിക്കും എന്ന മുദ്രാവാക്യവുമായി കടവല്ലൂർ പഞ്ചായത്തിലെ തിപ്പലശ്ശേരി പൊന്നാംകുന്ന് ഉന്നതിയിൽ നിന്നും ആരംഭിച്ച വാഹന പ്രചരണ പര്യടനം KPCC ജനറൽ സെക്രട്ടറി KV ദാസൻ ഉദ്ഘാടനം ചെയ്തു. പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞ 10 വർഷമായിട്ടും പിണറായി സർക്കാരിന് സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന പല പദ്ധതികളും തങ്ങളുടേതെന്ന് പറഞ്ഞുള്ള എട്ടുകാലി മമ്മൂഞ്ഞിന്റെ രീതിയാണ് ഇപ്പോൾ LDF കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ UDF കടവല്ലൂർ മണ്ഡലം ചെയർമാൻ ദേവദാസ് അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ ജോസഫ് ചാലിശ്ശേരി, ഉസ്മാൻ കല്ലടയിൽ, കരീം പന്നിത്തടം, KV ശംഭരൻ, ഫൈസൽ കാഞ്ഞിരപ്പള്ളി, MM മഹേഷ്, K ജയശങ്കർ, നാസർ കടവല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു. സ്ഥാനാർത്ഥി PT അജയ് മോഹൻ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. കടവല്ലൂർ പഞ്ചായത്തിലെ 30ഓളം കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി.
കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ വിജയത്തിനായി INTUC ചുമട്ടുതൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ കുന്നംകുളം നഗരത്തിൽ റോഡ് ഷോയും പൊതുയോഗവും സംഘടിപ്പിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. റോഡ് ഷോയിൽ നൂറുകണക്കിന് തൊഴിലാളികളും പ്രവർത്തകരും പങ്കെടുത്തു. പൊതുയോഗത്തിൽ ജില്ലാ ഭാരവാഹികളായ സുരേഷ് മമ്പറമ്പിൽ, KV ഗീവർ, DCC ജനറൽ സെക്രട്ടറി K ജയശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. സ്ഥാനാർത്ഥി PT അജയ് മോഹൻ വോട്ട് അഭ്യർത്ഥിച്ച് സംസാരിച്ചു. മണ്ഡലത്തിലെ തൊഴിലാളി വർഗത്തിന്റെ പൂർണ്ണ പിന്തുണ സ്ഥാനാർത്ഥിക്കുണ്ടെന്ന് നേതാക്കൾ യോഗത്തിൽ പറഞ്ഞു. മറ്റു വാർത്തകളിലേക്ക്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ പാറയംപാടത്ത് KSRTC സൂപ്പർ ഫാസ്റ്റ് ബസിന് തീപിടിച്ചു. ഡ്രൈവറുടെ സംയോജിത ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി. ഞായറാഴ്ച രാവിലെ 10:45ഓടെയായിരുന്നു അപകടം. അടൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന KL 15A 1726 നമ്പർ ബസ്സിനാണ് തീപിടിച്ചത്. യാത്രക്കിടെ ബസിന്റെ മുൻവശത്ത് എഞ്ചിൻ ഭാഗത്തുനിന്ന് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഡ്രൈവർ ഉടനെ തന്നെ വാഹനം നിർത്തി യാത്രക്കാരെ പുറത്തിറക്കി. തുടർന്ന് കുന്നംകുളം ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി തീ പൂർണ്ണമായും അണയ്ക്കുകയും ചെയ്തു. അപകട സമയത്ത് 12 യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത്. ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവാവുകയും യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്തു. തീപിടുത്തത്തിൽ ബസിന്റെ മുൻഭാഗത്തിന് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് സംസ്ഥാനപാതയിൽ കുറച്ചുനേരം ഗതാഗത തടസ്സമുണ്ടായി. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ചു. ഷോർട്ട് സർക്യൂട്ടാണോ തീപിടുത്തത്തിന് കാരണമെന്ന് പരിശോധിച്ചു വരികയാണ്. പാവർട്ടിയിൽ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന കാൽനട യാത്രക്കാരനെ ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ചു. അപകടത്തിൽ ചാവക്കാട് പുന്ന സ്വദേശി ബഷീറിന് ഗുരുതരമായി പരിക്കേറ്റു. പാവർട്ടി ഗുരുവായൂർ റോഡിൽ 3 സ്റ്റാർ സ്റ്റോപ്പിന് സമീപം ശനിയാഴ്ച വൈകിട്ട് 7:30-നായിരുന്നു അപകടം. അമിത വേഗതയിലെത്തിയ തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ബഷീറിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ ബഷീറിനെ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ ഷർട്ട് അഴിച്ചു കയറണമെന്ന രീതി മാറ്റുന്ന കാര്യം ഭക്തസമൂഹം ആലോചിക്കണമെന്ന് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ് പറഞ്ഞു. മാധ്യമപ്രവർത്തകനായിരുന്ന ജനു ഗുരുവായൂരിന്റെ 2ാം ചരമവാർഷിക അനുസ്മരണത്തോടനുബന്ധിച്ച് ഗുരുവായൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച പുരസ്കാരദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇതിന് തുടക്കമിട്ടാൽ കേരളമാകെ അത് ഏറ്റെടുക്കും. പണ്ടുകാലത്ത് ഷർട്ട് ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറവായിരുന്നു. മുണ്ടും തോർത്തുമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. വിശേഷാവസരങ്ങളിൽ മാത്രമാണ് ഷർട്ട് ധരിക്കാറുള്ളത്. ഇത് ആഡംബരമായാണ് കണ്ടിരുന്നത്. ഇന്ന് കാലം മാറി. സാരിയുടുത്ത് ക്ഷേത്രത്തിൽ കയറിയിരുന്ന സ്ത്രീകൾ ചുരിദാർ ധരിക്കാൻ തുടങ്ങി. ഷർട്ട് ധരിക്കുന്നതാണ് ആരോഗ്യത്തിനും നല്ലത്. ക്ഷേത്രഭാരവാഹികളും ഭക്തജനങ്ങളും ഇത് തിരിച്ചറിയണം. മേൽമുണ്ട് ഉപയോഗിക്കുന്നവരും വലിയ ആളുകളെ കണ്ടാൽ അരയിൽ കെട്ടുന്നതായിരുന്നു അന്നത്തെ രീതി. വലിയ ആളുകളോട് ബഹുമാനം കാണിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം രീതി പിന്തുടർന്നിരുന്നത് എന്നാണ് പ്രശസ്ത ജ്യോതിഷിയും വേദപണ്ഡിതനുമായ കൈമുക്ക് രാമൻ നമ്പൂതിരിപ്പാട് തന്നോട് പറഞ്ഞിരുന്നത്. ഈ സാഹചര്യത്തിൽ ഷർട്ട് ധരിച്ച് ക്ഷേത്രങ്ങളിൽ കയറണമെന്ന് തന്നെയാണ് തന്റെ അഭിപ്രായമെന്നും മോഹൻദാസ് പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രം പോലുള്ള ക്ഷേത്രം അതിനൊരു മാതൃക കാണിച്ചാൽ കേരള സംസ്ഥാനത്തെ എല്ലാ ക്ഷേത്രങ്ങളും അത് പിന്തുടരും. യാതൊരു സംശയമില്ല. നമ്മളിവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാമനമ്പൂതിരിക്കൊക്കെ ആ കാര്യത്തിൽ അദ്ദേഹം സമ്മതിക്കുകയാണെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ. അദ്ദേഹമൊക്കെ ഒരു വലിയ ഒരു എന്താ പറയാ ഒരു പാരമ്പര്യവാദി ആയിട്ടാണ് ഞാനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഒരു മാറ്റങ്ങളൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ പോകണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് രാമനമ്പൂതിരിയൊക്കെ എനിക്കറിയാം. പക്ഷെ അങ്ങനെ ഒരു ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോ ഇതൊക്കെ അങ്ങയുടെ അടക്കമുള്ള ചിന്തിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുത്തു മാത്രമേ. ജനു ഗുരുവായൂരിന്റെ കുടുംബവുമായി സഹകരിച്ച് ഏർപ്പെടുത്തിയ പ്രഥമ മാധ്യമ പുരസ്കാരം മാതൃഭൂമി റിട്ടയേർഡ് സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഇ സലാഹുദ്ദീന് സമ്മാനിച്ചു. ഗുരുവായൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് R ജയകുമാർ അധ്യക്ഷത വഹിച്ചു. മേളപ്രമാണികൻ പെരുവനം കുട്ടന്മാരാർ, ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാൻ TV ചന്ദ്രമോഹൻ, ഗുരുവായൂർ നഗരസഭ മുൻ ചെയർമാൻ M കൃഷ്ണദാസ്, മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ, പുരസ്കാര നിർണയ സമിതി അംഗം രാധാകൃഷ്ണൻ കാക്കശ്ശേരി, മാധ്യമപ്രവർത്തകരായ BP ഉണ്ണികൃഷ്ണൻ, കല്ലൂർ ഉണ്ണികൃഷ്ണൻ, MK സജീവ് കുമാർ, പ്രോഗ്രാം കോർഡിനേറ്റർ സുവർണ ജനു തുടങ്ങിയവർ സംസാരിച്ചു.
പുന്നേർകുളം അണ്ടത്തോട് നാക്കോലയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച അപകടം 4 പേർക്ക് പരിക്കേറ്റു. എടക്കര മിനി സെന്റർ സ്വദേശികളായ 19 വയസ്സിൽ ആനക്കൂട്ടിൽ നിഹാദ്, പനിച്ചാംകുളങ്ങര 18 വയസ്സുള്ള ഫായിസ്, ചങ്ങരംകുളം സ്വദേശികളായ അപർണ, അശ്വിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. തമ്പുരാൻപടി കണ്ടു ബസാർ നാക്കോല സെന്ററിൽ വെച്ച് ഞായറാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. ഒരേ ദിശയിൽ നിന്ന് വരികയായിരുന്ന ബൈക്കുകളിലൊന്ന് എയോ റോഡിലേക്ക് തിരിക്കുന്നതിനിടെ അമിത വേഗതയിൽ പുറകിലെ എത്തിയ ബൈക്കുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. സാരമായി പരിക്കേറ്റ നിഹാദിനെയും ഫായിസിനെയും പുന്നേർകുളം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിലും മറ്റു 2 പേരെ LDF പ്രചരണ വാഹനത്തിലെ ഡ്രൈവർ അബ്ദുവിന്റെ നേതൃത്വത്തിൽ പുന്നേർകുളം ശാന്തി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കോടതി വിധിയുണ്ടായിട്ടും സെമിത്തേരിയിലെ പ്രാർത്ഥന തടഞ്ഞ് നീതി നിഷേധിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കണമെന്ന് യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ബാവു പറഞ്ഞു. അതേസമയം ചാലിശ്ശേരിയിൽ യാക്കോബായ വിഭാഗത്തിന്റെ പ്രാർത്ഥനായജ്ഞം ഈസ്റ്റർ ദിനത്തിലും തുടരുകയാണ്. എറണാകുളം നെല്ലിമോളം സെന്റ് മേരീസ് സെഹിയോൺ യാക്കോബായ സുറിയാനി പള്ളിയിൽ ഉയർപ്പ് പെരുന്നാൾ സന്ദേശം നൽകവെയാണ് ബാവ ചാലിശ്ശേരിയിലെ വിഷയത്തിൽ പ്രതികരിച്ചത്. പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്ത പ്രവണതയാണെന്നും സർക്കാർ ഇറക്കിയ സെമിത്തേരി ബില്ലിന്റെ ലംഘനമാണെന്നും ഇത്തരം നീതിനിഷേധ നടപടികൾ അവസാനിപ്പിക്കണമെന്നും ബാവ ആവശ്യപ്പെട്ടു. വിശ്വാസികൾക്ക് പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ദുഃഖശനി, ഈസ്റ്റർ ദിവസങ്ങളിൽ മാതൃദേവാലയത്തിലെ കല്ലറകളിൽ പ്രാർത്ഥിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാത്തതിനെതിരെ പെസഹ വ്യാഴം മുതൽ ആരംഭിച്ച പ്രാർത്ഥനായജ്ഞമാണ് 4ാം ദിനവും തുടരുന്നത്. ശനിയാഴ്ച രാത്രിയിൽ ഈസ്റ്റർ ശുശ്രൂഷകൾക്ക് ശേഷം നൂറുകണക്കിന് വിശ്വാസികൾ മാതൃദേവാലയത്തിന് മുന്നിലെത്തി. ഇടവകാംഗം ജേക്കബ് ചാലിശ്ശേരി, കോർ എപ്പിസ്കോപ്പ, വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ എന്നിവർ മരിച്ച വൈദികർക്കും വിശ്വാസികൾക്കും വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും ധൂപാർപ്പണവും നടത്തി. എന്ത് ത്യാഗങ്ങൾ സഹിച്ചും പൂർവികർ കാണിച്ചു തന്ന പരിശുദ്ധ അന്ത്യോക്യ വിശ്വാസത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെ മുന്നോട്ടു പോകുമെന്ന് വിശ്വാസികൾ പ്രതിജ്ഞ ചൊല്ലി. ജേക്കബ് ചാലിശ്ശേരി കോർ എപ്പിസ്കോപ്പ, ഇടവക വികാരി ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, തൃശൂർ ഭദ്രാസന കൗൺസിൽ അംഗം CU രാജൻ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലായി ചാലിശ്ശേരി പോലീസും പട്ടാമ്പി ഫയർഫോഴ്സും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. CCTV സീനിയർ ക്യാമറാമാനായിരുന്ന ഗിസ്റ്റോ ജോസിന്റെ 4ാം ചരമവാർഷികം ആചരിച്ചു. സഹപ്രവർത്തകരുടെയും സുഹൃത്ത് സംഘത്തിന്റെയും നേതൃത്വത്തിൽ ചിറമനേങ്ങാട് കനിവ് ട്രസ്റ്റിലെ അമ്മമാർക്കൊപ്പമാണ് ഗിസ്റ്റോ ജോസ് അനുസ്മരണം സംഘടിപ്പിച്ചത്. അനുസ്മരണ ചടങ്ങിൽ CCTV ചീഫ് ന്യൂസ് എഡിറ്റർ PS ടോണി അധ്യക്ഷനായി. സീനിയർ ന്യൂസ് എഡിറ്റർമാരായ രമ്യ സനിൽ, നിഷ നവീൻ, സീനിയർ റിപ്പോർട്ടർ ജോസ് മാളിയേക്കൽ, ഓൺലൈൻ എഡിറ്റർ ടെസ്നി ബിജു, സഹപ്രവർത്തകനും ചലച്ചിത്ര സംവിധായകനുമായ സാജൻ ആന്റണി, മനീഷ് ഡേവിഡ്, കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജർ വാപ്പനു വി മുഹമ്മദ്, അക്കൌണ്ട് ഇൻചാർജ് ഭാഗ്യശ്രീ തിലകൻ എന്നിവർ സംസാരിച്ചു. പ്രായത്തിന്റെ അവശതകൾ മറന്ന ട്രസ്റ്റിലെ അന്തേവാസികളായ വിലാസിനിയമ്മ, ശകുന്തള, സെലീന എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. തുടർന്ന് ട്രസ്റ്റ് അന്തേവാസികളും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ചേർന്ന് ഗിസ്റ്റോ ജോസിന്റെ ഓർമ്മയ്ക്കായി ഒരുക്കിയ സ്നേഹവിരുന്നിലും പങ്കെടുത്തു. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ 2022 ഏപ്രിൽ 5-നായിരുന്നു ഗിസ്റ്റോ ജോസിന്റെ വിയോഗം. മാർത്തോമ ക്രിസ്ത്യാനികളുടെ ചരിത്രപ്രസിദ്ധമായ പുതുഞായർ തിരുനാളിന് തുടക്കം കുറിച്ച് ആർത്താറ്റ് ഹോളി ക്രോസ് ദേവാലയത്തിലെ മാർത്തോമ തീർത്ഥകേന്ദ്രത്തിൽ തിരുനാൾ കൊടികയറ്റം നടന്നു. ഈസ്റ്റർ പാതിര കുർബാനയ്ക്കു ശേഷം വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് ചരിത്ര പഠന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആർത്താറ്റിലെ മാർത്തോമ ക്രൈസ്തവ പാരമ്പര്യത്തിന്റെ കഥ പറയുന്ന ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തു. തിരുനാളിനോടനുബന്ധിച്ച് ഏപ്രിൽ 6 മുതൽ വൈകിട്ട് 5:30 വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന എന്നീ ശുശ്രൂഷകൾ ഉണ്ടായിരിക്കും. ഏപ്രിൽ 11 രൂപക്കൂട് തുറക്കൽ, പ്രസുതേന്തി വാഴ്ച എന്നീ ശുശ്രൂഷകളും തുടർന്ന് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ സ്റ്റേജ് ഷോ, ഏപ്രിൽ 12 തിരുനാൾ ദിനത്തിൽ ആഘോഷമായ പാട്ടുകുർബാനയും തിരുനാൾ പ്രദക്ഷിണവും ഊട്ടും വൈകിട്ട് അമ്പവള സമാപനവും നടക്കും. ബാൻഡ് വാദ്യ മത്സരം, തേര് മത്സരം, ഫാൻസി വെടിക്കെട്ട് എന്നിവയും തിരുനാളിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഏപ്രിൽ 13 തിങ്കളാഴ്ച രാത്രി 7 മണിക്ക് ഗാനമേള അരങ്ങേറും. തിരുനാൾ പരിപാടികൾക്ക് വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ, കൈക്കാരന്മാരായ തോമസ് ചുങ്കത്ത്, ചാർലി ചിരിയങ്കണ്ടത്ത്, ഷാബു ചിറ്റിലപ്പിള്ളി, തിരുനാൾ കൺവീനർ ഷൈജു ആളൂർ, വിവിധ കമ്മിറ്റി കൺവീനർമാർ എന്നിവർ നേതൃത്വം നൽകും.
കുന്നംകുളം സെന്റ് ലാസറസ് പഴയ പള്ളിയിൽ പാമ്പാടി തിരുമേനിയുടെ 61ാം ഓർമ്മ പെരുന്നാളിന് ഫാദർ ഗീവർഗീസ് ജോൺസൺ കൊടിയേറ്റി. ഏപ്രിൽ 12, 13 തീയതികളിലാണ് പെരുന്നാൾ. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പാമ്പാടി ദേറ മാനേജർ ഫാദർ മാത്യു എബ്രഹാം മുഖ്യ കാർമ്മികത്വം വഹിക്കും. 12-ാം തീയതി ഞായറാഴ്ച 5:30 വൈശ്ശേരി മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര വൈകിട്ട് പഴയ പള്ളിയിലെത്തും. തുടർന്ന് സന്ധ്യാ നമസ്കാരം, ധൂപപ്രാർത്ഥന, അനുസ്മരണ സമ്മേളനം, ആശീർവാദം, നേർച്ച സദ്യയും ഉണ്ടാകും. 13-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് വിശുദ്ധ കുർബാന, പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച വിതരണം എന്നിവ നടക്കും. വികാരി ഫാദർ ഗീവർഗീസ് ജോൺസൺ, കൈക്കാരൻ KC കുര്യാക്കോസ്, സെക്രട്ടറി ഷെറിൻ പോൾ, കൺവീനർ ഷെബിൻ P. ചെറുവത്തൂർ, മറ്റ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകും. പുനേർകുളം ചെറായി ക്രിയേറ്റീവ് വായനശാലയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ക്രിയേറ്റീവ് ആർച്ചറി അക്കാദമി 1ാം വാർഷികവും സമ്മർ ക്യാമ്പ് ഉദ്ഘാടനവും നടത്തി. ഒട്ടേറെ മികവുകളോടെ മുന്നേറുന്ന ക്രിയേറ്റീവ് ആർച്ചറി അക്കാദമി 2025 ഏപ്രിൽ 5-നാണ് ആരംഭിച്ചത്. ക്രിയേറ്റീവ് അക്കാദമിയിലെ 7 വിദ്യാർത്ഥികളാണ് യോഗ്യത നേടി ജില്ലാ സ്കൂൾ തല ഗെയിംസിൽ പങ്കെടുത്തത്. സംസ്ഥാനതല മത്സരത്തിൽ റിക്കർ ബോ വിഭാഗത്തിൽ അക്കാദമിയിലെ കെൽവിൻ ലാൽ കൃഷ്ണ 2ാം സ്ഥാനം കരസ്ഥമാക്കി ദേശീയതലത്തിൽ മത്സരിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മത്സരത്തിൽ പങ്കെടുത്ത അക്കാദമിയിലെ അരുൺദാസ് 3ാം സ്ഥാനം നേടുകയും ചെയ്തു. ആർച്ചറി അസോസിയേഷൻ സംഘടിപ്പിച്ച ജില്ലാതല മത്സരത്തിൽ അക്കാദമിയിൽ നിന്നും 10 പേരാണ് യോഗ്യത നേടി സംസ്ഥാനതലത്തിൽ മത്സരിച്ചത്. വന്നേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച വാർഷികാഘോഷം പുന്നൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരിയും പെരുമ്പടപ്പ് പഞ്ചായത്ത് മെമ്പർ VR മുഹമ്മദും ചേർന്ന് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ക്രിയേറ്റീവ് രക്ഷാധികാരി P. സുനിൽകുമാർ അധ്യക്ഷത വഹിച്ച വാർഷികാഘോഷ ചടങ്ങിൽ ഡോക്ടർ സുഗതോസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. വന്നേരി സ്കൂൾ കായികാധ്യാപകൻ AP ഗോകുൽ, P. സൈഫുദ്ദീൻ, ക്രിയേറ്റീവ് വായനശാല പ്രസിഡന്റ് VG വിഷ്ണു തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. അക്കാദമി കോർഡിനേറ്റർ M. റാണ പ്രതാപ് ആമുഖ പ്രഭാഷണം നടത്തി. അക്കാദമി ടീം മാനേജർ K. നീതു സ്വാഗതവും PU സുധിനി നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെ അമ്പെയ്ത്ത് പ്രദർശനവുമുണ്ടായിരുന്നു. ഏപ്രിൽ 10-നാണ് 2 മാസം നീളുന്ന സമ്മർ ക്യാമ്പ് ആരംഭിക്കുന്നത്. പാറന്നൂർ സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന് കൊടിയേറി. ഏപ്രിൽ 11, 12 തീയതികളിലാണ് വിശുദ്ധ യൗസേ പിതാവിന്റെയും വിശുദ്ധ സെബസ്തിനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത്. ഈസ്റ്റർ ദിനത്തിലെ ദിവ്യബലിക്ക് ശേഷം ഇടവക വികാരി ഫാദർ പ്രിൻസ് ചിരിയങ്കണ്ടത്ത് കൊടിയേറ്റം നിർവഹിച്ചു. ഈസ്റ്റർ കുർബാനയ്ക്കും തിരുനാൾ കൊടിയേറ്റത്തിനും ഇടവക വികാരി ഫാദർ പ്രിൻസ് ചിരിയങ്കണ്ടത്ത്, ഫാദർ ജോമോൻ മങ്ങാട്ടിളയൻ, ബ്രദർ ജിൻഡോ കൊള്ളന്നൂർ, ജനറൽ കൺവീനർ KP ജിസൺ, കൈക്കാരന്മാരായ VT ബാബു, ജിൻഡോ തരകൻ എന്നിവർ നേതൃത്വം നൽകി. തിങ്കൾ മുതൽ വെള്ളി വരെ ദിവസവും വൈകിട്ട് 5:30 ദിവ്യകാരുണ്യ ആരാധനയും തിരുനാൾ നവനാൾ കുർബാനയും ലതീഞ്ഞും നൊവേനയും നടക്കും. ഏപ്രിൽ 10 ശനിയാഴ്ച രാവിലെ പ്രസ്തേന്തി വാഴ്ചയും ഉണ്ടായിരിക്കും. ഗുരുവായൂർ പേരകം സെന്റ് മേരീസ് ദേവാലയത്തിൽ പരിശുദ്ധ ദൈവമാതാവിന്റെയും വിശുദ്ധ സെബസ്തിനോസിന്റെയും വിശുദ്ധ തോമസ് ലീഹായുടെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ഈ മാസം 10 മുതൽ 13 വരെയുള്ള തീയതികളിലാണ് തിരുനാൾ ആഘോഷം. വികാരി ഫാദർ വിൽസൺ കണ്ണനായ്ക്കൽ കൊടിയേറ്റ് നിർവഹിച്ചു. തിരുനാൾ ജനറൽ കൺവീനർ CR ജോസഫ്, ജോയിന്റ് കൺവീനർ CA ജോസ്, ഗ്രേസി ജോസ്, കൈക്കാരന്മാരായ CR സണ്ണി, CO സെബാസ്റ്റ്യൻ, ND വിനോയ് എന്നിവർ നേതൃത്വം നൽകി. ഏപ്രിൽ 10-ന് രാത്രി 7 മണിക്ക് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഗുരുവായൂർ പോലീസ് SHO വിപിൻ K. വേണുഗോപാൽ നിർവഹിക്കും. 11-ന് രാത്രി അമ്പ് വള എഴുന്നള്ളിപ്പ് സമാപനം നടക്കും. തിരുനാളിന്റെ പ്രധാന ദിവസമായ 12-ന് രാവിലെ 10 മണിക്ക് നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് കണ്ണൂർ മദർ തെരേസ പള്ളി വികാരി ഫാദർ സതീഷ് കാഞ്ഞിരപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. കലൂർ ജസ്റ്റിൻ വൊക്കേഷണറി സെമിനാരി റെക്ടർ ഫാദർ ഷിൻഡോ തോബിയിൽ സന്ദേശം നൽകും. ഫാദർ സൈജൻ വാഴപ്പിള്ളി സഹകാർമ്മികനാകും. വൈകിട്ട് 4-ന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് രൂപത ചിൽഡ്രൻസ് മിനിസ്ട്രി ഡയറക്ടർ ഫാദർ പോൾ മുട്ടത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, വർണ്ണമഴ, ഗാനമേള, നാടകം എന്നിവയും നടക്കും. അറിവും പാട്ടും കൈകോർത്ത് പുന്നേർകുളം ആൽത്തറ രാമരാജ UP സ്കൂളിൽ നടത്തിയ മെഗാ ക്വിസ് ആൻഡ് മ്യൂസിക് ആവേശമായി. 2025-26 അധ്യയന വർഷത്തെ LP UP വിഭാഗം വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച 2ാമത് രാമരാജ മെഗാ ക്വിസ് വിദ്യാലയത്തിന് പുത്തനുണർവായി. വിദ്യാർത്ഥികളിൽ പൊതുവിജ്ഞാനവും മത്സരബുദ്ധിയും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച മത്സരത്തിൽ വിവിധ വിഭാഗങ്ങളിൽ നിന്നായി 18 ടീമുകളാണ് മാറ്റുരച്ചത്. പ്രാഥമിക റൗണ്ടുകൾക്ക് ശേഷം വാശിയേറിയ ഫൈനൽ പോരാട്ടം നടന്നു. ശാസ്ത്രം, കല, സാഹിത്യം, കായികം, സമകാലിക സംഭവങ്ങൾ എന്നീ മേഖലകളിൽ നിന്നായിരുന്നു ചോദ്യങ്ങൾ. ഡിജിറ്റൽ സംവിധാനങ്ങളുടെ സഹായത്തോടെയാണ് ക്വിസ് നടത്തിയത്. PTA പ്രസിഡന്റ് NG വിനികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ അദിനാൻ, അശോക്, നിരാമയി എന്നിവർ അവതരിപ്പിച്ച സംഗീത വിരുന്നും
PM സൗമ്യ, VP ബേബി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ക്വിസ് ആൻഡ് മ്യൂസിക്കിൽ KR അനീഷ്, KA കബീർ എന്നിവർ മത്സരാർത്ഥികളോടൊപ്പം പങ്കെടുത്തു. PM സിജോ, TV സിജോ എന്നിവർ സാങ്കേതിക സഹായം നിർവഹിച്ചു. വിജയികൾക്കുള്ള ട്രോഫിയും LP വിഭാഗത്തിനുള്ള ക്യാഷ് അവാർഡും പ്രധാനാധ്യാപകൻ M രാജീവ് വിതരണം ചെയ്തു. UP വിഭാഗത്തിനുള്ള ക്യാഷ് അവാർഡ് വിതരണം CM ദിവ്യ നിർവഹിച്ചു. മത്സരത്തിൽ പങ്കെടുത്തവർക്കുള്ള മൊമെന്റോ വിതരണം PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ P ഫാസിൽ, നാസിറ, അഞ്ജലി എന്നിവർ നിർവഹിച്ചു. എളവള്ളി യൂത്ത് ചേംബറിന്റെ ആഭിമുഖ്യത്തിൽ അജ്മൽ എവർ റോളിംഗ് ട്രോഫി ആൻഡ് ക്യാഷ് പ്രൈസിനും മുണ്ടന്തറ ഷനു റണ്ണേഴ്സ് ട്രോഫി ആൻഡ് ക്യാഷ് പ്രൈസിനും വേണ്ടി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും യൂത്ത് ചേംബർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റുമായ TN ലെനിൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് സെക്രട്ടറി സർഫാസ് മുഹമ്മദ് അധ്യക്ഷനായി. AS അഭിജിത്ത്, PP നൌഷാദ്, KK വിഷ്ണു, PA നിയാസ്, KP ശ്രീജിത്ത, ഫിഡൽ ലെനിൻ എന്നിവർ സംസാരിച്ചു. സിദാൻ, ബോയ്സ് BZ ഐക്കൺസ് വാഗ, പ്ലേ ബോയ്സ് കുട്ടനെല്ലൂർ, ORPC കേച്ചേരി, ജെല്ലി ഡോൺസ്, ചാമ്പ്യൻസ് ചിറ്റാട്ടുകര, ഒയാമ ആളൂർ, യുവധാര പാർലിക്കാട് എന്നീ ടീമുകൾ മാറ്റുരച്ച വാശിയേറിയ ടൂർണമെന്റിന്റെ പോരാട്ടത്തിൽ ഒയാമ ആളൂർ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ORPC കേച്ചേരിയെ പരാജയപ്പെടുത്തി വിന്നേഴ്സ് ട്രോഫിയും ക്യാഷ് അവാർഡും നേടി. TN ലെനിൻ സമ്മാന വിതരണം നടത്തി. ഈസ്റ്ററിനോടനുബന്ധിച്ച് വിവിധ പള്ളികളിൽ പുലർച്ചെ വരെ നീണ്ട പ്രാർത്ഥനാ ശുശ്രൂഷകളും ഉയിർപ്പ് ഞായർ തിരുകർമ്മങ്ങളും നടന്നു. വിശദാംശങ്ങളിലേക്ക്. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ശുശ്രൂഷകൾ വികാരി ഫാദർ VM സാമുവേൽ, സഹവികാരി ജോസഫ് ജോർജ് എന്നിവരുടെ കാർമ്മികത്വത്തിൽ നടന്നു. പുലർച്ചെ 2 മണി മുതൽ നടന്ന നമസ്കാരത്തിനും ഉയർപ്പ് പ്രഖ്യാപനത്തിനും പ്രദക്ഷിണത്തിലും സ്ലീബ വന്ദനവ ശുശ്രൂഷയിലും അനേകം വിശ്വാസികൾ പങ്കെടുത്തു. ക്രമീകരണങ്ങൾക്ക് ഇടവക ട്രസ്റ്റി CI റെജി, ഇടവക സെക്രട്ടറി KS ബെന്നി എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ഓർമ്മ പുതുക്കി വ്രതശുദ്ധിയുടെ ഉയിർപ്പ് ശുശ്രൂഷകൾ ഭക്തിസാന്ദ്രമായി. ശനിയാഴ്ച രാത്രി സന്ധ്യാപ്രാർത്ഥനയോടെ ഉയിർപ്പ് ശുശ്രൂഷകൾ തുടങ്ങി. വികാരി ഫാദർ അബ്രഹാം യാക്കോബ് ഉയിർപ്പ് പ്രഖ്യാപനം നടത്തി. പള്ളിമണിയടിച്ചും മെഴുകുതിരികൾ കത്തിച്ചും വിശ്വാസികൾ യേശുക്രിസ്തുവിന്റെ ഉയിർപ്പിനെ എതിരേറ്റു. പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷം പള്ളിക്ക് ചുറ്റും പൊൻവെള്ളി കുരിശുകളേന്തിയും കത്തിച്ചു മെഴുകുതിരികളേന്തിയും വിശ്വാസികൾ ഉയിർപ്പ് പ്രദക്ഷിണത്തിൽ പങ്കാളികളായി. തുടർന്ന് മദ്ബാഹായുടെ 4 ദിക്കുകളിലേക്ക് പള്ളിമണികളടിച്ച് സ്ലീബ ആഘോഷവും അവധുമാലാഖയും നടത്തി. പ്രഭാത പ്രാർത്ഥന, വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഉയിർപ്പ് സന്ദേശം നൽകി. പള്ളിയിൽ ഇടവക ദിനത്തിൽ വിജയിച്ച യൂണിറ്റ് അംഗങ്ങൾക്ക് ജേക്കബ് ചാലിശ്ശേരി കോർ എപ്പിസ്കോപ്പ ട്രോഫികൾ വിതരണം ചെയ്തു. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. വികാരി ഫാദർ അബ്രഹാം യാക്കോ പൂവത്തുമണ്ണിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. എരുമപ്പെട്ടി മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിൽ നടന്ന ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് ഇടവക വികാരി ഫാദർ പ്രിൻസ് പിണ്ടിയാൻ കാർമ്മികത്വം വഹിച്ചു. രാത്രി 10:30 ആരംഭിച്ച തിരുകർമ്മങ്ങളിൽ പ്രദക്ഷിണവും ഉയിർപ്പിന്റെ പ്രാർത്ഥനകളുമുണ്ടായി. ബ്രദർ അനിൽ ചാലയ്ക്കൽ, ഇടവകയിലെ യൂണിറ്റ് പ്രസിഡന്റുമാർ, കൈക്കാരന്മാർ എന്നിവർ നേതൃത്വം നൽകി. ആർത്താറ്റ് ഹോളിക്രോസ് ദേവാലയത്തിൽ ശനിയാഴ്ച രാത്രി 11:30 ഉയർപ്പിന്റെ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ നേതൃത്വം നൽകി. ഉത്തിതനായ ക്രിസ്തുവിന്റെ തിരുസ്വരൂപം വഹിച്ച് വിശ്വാസികൾ കത്തിച്ച മെഴുകുതിരിമേന്തി ദേവാലയത്തിനു ചുറ്റും പ്രദക്ഷിണം വെച്ചു. തുടർന്ന് ആഘോഷമായ പാട്ടുകുർബാന നടന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പുതിയ ജീവന്റെ പ്രതീകമായി ഈസ്റ്റർ എഗ് വിതരണം നടന്നു. ഈസ്റ്റർ ശുശ്രൂഷകൾക്ക് ശേഷം പുതുനായർ തിരുനാൾ കൊടിയേറ്റം, ആർത്താറ്റിലെ ക്രൈസ്തവ ചരിത്രത്തിന്റെ കഥ പറയുന്ന ഡോക്യുമെന്ററി പ്രകാശനം എന്നിവയും നടന്നു. പരിപാടികൾക്ക് വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ, കൈക്കാരന്മാരായ തോമസ് ചുങ്കത്ത്, ഷാബു ചിറ്റിലപ്പള്ളി, ചാർലി ചിരിയങ്കണ്ടത്ത്, സിസ്റ്റർ മിലി എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം സെന്റ് ലാസേഴ്സ് പഴയ പള്ളിയിൽ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ ഗീവഗീസ് ജോൺസൺ കാർമ്മികത്വം വഹിച്ചു. കൈക്കാരൻ കുര്യാക്കോസ് KC, സെക്രട്ടറി ഷെറിൻ പോൾ, മറ്റു മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. മന്നലാംകുന്ന് എടയൂർ മുനീറുൽ ഇസ്ലാം മദ്രസയിൽ മിഹ്റാജാനുൽ ബിദായ മദ്രസ അധ്യയന വർഷാരംഭ പ്രവേശനോത്സവം നടത്തി. കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൌൺസിലിന്റെ നേരറിവ് നല്ല നാളേക്ക് എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. മദ്രസ അങ്കണത്തിൽ നടത്തിയ ചടങ്ങ് അസിസ്റ്റന്റ് സദർ ഉസ്താദും ബദർപള്ളി ഇമാമുമായ ബാദുഷ ബാഖവി ഉദ്ഘാടനം ചെയ്തു. മദ്രസ വൈസ് പ്രസിഡന്റ് ഹുസൈൻ എടയൂർ അധ്യക്ഷത വഹിച്ചു. ഉസ്താദ് റാഫി അൻവരി പ്രാർത്ഥന നടത്തി. ചടങ്ങിൽ മദ്രസ വിദ്യാർത്ഥി ഫൈസാൻ ഖിറാത്ത് നിർവഹിച്ചു. മദ്രസ സദർ ഇബ്ബാൽ ഫൈസി ഉദ്ബോധന പ്രസംഗം നടത്തി. സെക്രട്ടറി അബു കണ്ണാണത്ത് മുഖ്യാതിഥിയായി. റിയാസ് ഫൈസി, മുസ്തഫ നഈമി, ജസീൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മദ്രസയിൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സദർ ഉസ്താദ് അലിഫ് ചൊല്ലിക്കൊടുക്കുകയും
പൂക്കളും ബലൂണുകളും വിതരണം ചെയ്തു. തൻവീർ സഖാഫി സ്വാഗതവും അനസ് ഫാദിലി നന്ദിയും പറഞ്ഞു. ചരമം. കുറുക്കൻപാറ കോലാടിപ്പറമ്പിൽ കോരൻകുട്ടി മകൾ സരോജിനി നിര്യാതയായി. 58 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നഗരസഭാ വാതക ക്രിമിറ്റോറിയത്തിൽ നടത്തി. കിഴൂർ ആവേൻ രാഘവൻ ഭാര്യ കാർത്തിയേയനി നിര്യാതയായി. 78 വയസ്സായിരുന്നു. സംസ്കാരം പോർക്കുളം ക്രിമിറ്റോറിയത്തിൽ നടത്തി. വിജയ, സുജ, ഷാജിനി, സതീഷ് എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ഉയർപ്പ് തിരുനാൾ ആഘോഷിച്ച് ക്രൈസ്തവ വിശ്വാസികൾ. ലോകത്ത് വർദ്ധിച്ചുവരുന്ന യുദ്ധങ്ങളിലും അനീതികളിലും തളർന്നു പോകാതെ സമാധാനത്തിനായി നിലകൊള്ളണമെന്ന ലിയോ 14 മാർപ്പാപ്പയുടെ ഈസ്റ്റർ സന്ദേശം. ദേവാലയങ്ങളിൽ പാതിരാ കുർബാനകളും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ പാറയമ്പാടത്ത് KSRTC സൂപ്പർ ഫാസ്റ്റ് ബസിന് തീപിടിച്ചു. ഡ്രൈവറുടെ സംയോജിത ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി. പാവർട്ടിയിൽ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന കാൽനട യാത്രക്കാരനെ ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ചു. പ്രചരണാവേശാരവത്തിൽ മുന്നണികൾ. പരസ്യപ്രചരണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വോട്ടുറപ്പിക്കാനുള്ള അവസാന പരിശ്രമത്തിൽ പ്രചരണ ചൂട്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.